എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഇലയട നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ്. ഈ വരുന്ന കർക്കിടക വാവിന് വളരെ സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ അലിയും വിധത്തിലുള്ള ഇലയട നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. ഇലയട തയ്യാറാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുന്നതിനായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു സീക്രട്ട് കൂടെ ചേർക്കണം. ആ ഒരു സീക്രട്ട് ചേർത്ത് പൊടി കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അട തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇലയുടെ വീടുകൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇലയട തയ്യാറാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് 2 കപ്പ് പൊടിയാണ്. അതിനായിട്ട് 4 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യും ഉപയോഗിക്കാം. ഇനി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണിത്. ഒരു തരി പോലും കരിപ്പില്ലാത്ത പൊടി വേണം നമുക്ക് എടുക്കാനായിട്ട്. പുട്ടുപൊടി വെച്ചിട്ടല്ല തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ബാക്കിയുള്ള പൊടിയും കൂടെ ചേർക്കാം. ഈ ഒരു രീതിയിൽ അട ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. ഇനി ബാക്കിയുള്ള പൊടിയും കൂടെ ചേർക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അട തയ്യാറാക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സൂത്രം കൂടി ചേർക്കുന്നുണ്ട്. ആ ഒരു സൂത്രം ചേർക്കുമ്പോഴാണ് പൊടി നല്ല പോലെ തന്നെ നമുക്ക് കട്ടകളില്ലാതെ കുഴച്ചെടുക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പൊടിക്ക് ആവശ്യമായ വെള്ളം ഉണ്ട്. പിന്നെ ഓരോ ആളുകൾ എടുക്കുന്ന പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് വെള്ളത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ അരിപ്പൊടി ഇവിടെ നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവില് മൈദപ്പൊടിയാണ്. ഇനി മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൈകൊണ്ടൊന്ന് മയത്തിൽ തന്നെ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കൈകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ നമുക്കൊന്ന് മയത്തിൽ കുഴച്ചെടുക്കാം. കൈ പൊള്ളാതെ കുഴച്ചെടുക്കാനായിട്ട് നമുക്കൊരു ഗ്ലാസ് ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല മയം പൊടിക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇടിയപ്പം തയ്യാറാക്കുന്ന സമയത്തും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കാം. അങ്ങനെ പൊടി നന്നായിട്ട് തന്നെ കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച നമ്മുടെ മാവ് ഒന്ന് തുറന്നു നോക്കാം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം പൊടി ഒന്നും കൂടെ നല്ലോണം മയത്തിലൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടി നല്ലോണം തന്നെ നല്ല മയത്തിൽ തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ഉരുളകളായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്ര അട ഉണ്ടാക്കാമെന്നും എന്നുള്ള ഒരു എണ്ണവും കിട്ടും. ഉരുട്ടിയെടുക്കുമ്പോൾ കൈയൊന്ന് നനച്ചിട്ട് വേണം ഇതുപോലെ ഉരുട്ടാനായിട്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പൊടി ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നാളികേരാണ് തിരുമ്മി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പാനും ചൂടായി വന്നിട്ടുണ്ട്. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് ഫില്ലിങ്ങിനായിട്ട് ശർക്കര പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനി ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയാകും. വെള്ളം ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 350 ഗ്രാം അളവില് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര പൊടി ഒന്ന് തിളച്ച് വരട്ടെ. ചെറിയ തീയിൽ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ശർക്കര പൊടിയെല്ലാം നന്നായിട്ട് ഒന്ന് ലൂസായി വരും. ശർക്കരപ്പൊടി കല്ലും മണ്ണൊക്കെ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ശർക്കരപ്പൊടി നേരിട്ട് തന്നെ പാനിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ശർക്കരപ്പൊടിക്ക് കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അരച്ചിട്ട് വേണം ഇതുപോലെ ഉപയോഗിക്കാൻ എടുക്കാനായിട്ടും. അങ്ങനെ ശർക്കരപ്പൊടി ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിരുമ്മി എടുത്തിട്ടുള്ള നാളികേരം ചേർക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. കർക്കിടക മാവിന് ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു തരി പോലും ഓപ്പാകാതെ തന്നെ എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കാം. ഈ നാളികേരത്തിലെ വെള്ളം
കടലമയൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയിൽ നിന്നും ആ വെള്ളമൊക്കെ കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടെ വറ്റിക്കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ് അടയുടെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഇലയിൽ നിന്നും പൊട്ടി ഈ ഒരു വെള്ളം പുറത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ഒന്ന് വറ്റിച്ചു വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടി ചേർക്കാം. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യൊന്നും തന്നെ ചേർക്കുന്നില്ല. ഏലക്കപ്പൊടി ചുക്കുപൊടി ചേർക്കാണ്. ഇതിന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ശർക്കരയുടെ ആ ഒരു പുട്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അട പരത്തി തുടങ്ങാം. ഈ ഒരു ഫില്ലിങ് നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ അട ഉണ്ടാക്കി കഴിക്കാം. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അട പരത്തി തുടങ്ങാം. നമ്മളിന്ന് കുഴച്ചെടുത്തിട്ടുള്ള പൊടി വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മാവ് വെച്ച് തന്നെ കൊഴുക്കട്ട ഉണ്ടയും തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇലയുടെ പരത്തി തുടങ്ങാം. ഇതിനായിട്ട് വാഴ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇലയിലേക്ക് ഉരുട്ടിയെടുത്തിട്ടുള്ള മാവ് വെച്ചു കൊടുക്കാം. കണ്ടോ, കൈകൊണ്ട് തൊട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കുന്നത്. എങ്കിലും വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കുന്നതിനായിട്ട് മറ്റൊരു വാഴയില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തീറ്റിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇല എടുത്ത് മാറ്റാം. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. വളരെ തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഇല മടക്കി കൊടുക്കാം. മടക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗവും നമുക്ക് അരിക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഒട്ടിച്ചു കഴിഞ്ഞാൽ വേവിക്കാനായിട്ട് മാറ്റാം. അങ്ങനെ ആദ്യം അട ഇവിടെ പരത്തി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു രീതിയിൽ അട പരത്തിയെടുക്കാം. വീണ്ടും നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ വാഴയിലയുടെ മേലെയായിട്ട് മറ്റൊരു വാഴയില വെച്ച് കൊടുക്കാം. ചപ്പാത്തി കോല് വെച്ച് പയ്യനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഇവിടെ പരത്തിയെടുക്കാൻ സാധിക്കും. ഇനി നടുഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അട മടക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഈ അരിക്ക് ഭാഗം പരത്തുമ്പോൾ ഇത്തിരി കട്ടി വെച്ച് വേണം കേട്ടോ പരത്താനായിട്ട്. അപ്പോഴാണ് ഇത് നല്ല പോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ പരത്തിയട ഇവിടെ മാറ്റി വയ്ക്കുവാണ്. ഈ ഒരു രീതിയിൽ അടുത്തത് നമുക്ക് പരത്തിയെടുക്കാം. അടുത്ത വാഴയിലയും വെച്ച് കൊടുക്കാം. വാഴയിലയിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ സാധിക്കും. വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇലയുടെയും പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇലയുടെയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ആവിപാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ എല്ലാ ഇലയുടെയും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം ആവി കയറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടിക്കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയുടെ എല്ലാം തന്നെയും നല്ലോണം തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ നമ്മുടെ ഇലയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോഴേക്കും ഞാനിതുപോലെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ എത്ര തിന്നായിട്ടാണ് നമുക്കിത് പരത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പാട പോലെ തന്നെയാണ് നമുക്കിവിടെ വേവിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളത്. അങ്ങനെ വായിലിട്ടാൽ അലിയും ഇലയട നമ്മുടെ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.